ഇവിടെ ഓരോ ചാനലുകൾ ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ ഓരോ സ്ഥലത്തെ സ്ഥാനാർത്ഥികൾ അവരാണ് ഇവരാണ് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. സുരേന്ദ്രനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു, കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. ഇപ്പോൾ അതാ കെ സുധാകരന് ജി സുധാകരന് സീറ്റില്ല, പാവപ്പെട്ട വയസ്സായി, ഇനിയിപ്പോൾ എന്തോ സീറ്റ്. തോമസ് ഐസക്കിന് സീറ്റില്ല, ഐസക്കും അങ്ങ് പ്രായമായി, വളരെ വയോധികനായില്ല, ഇനിയിപ്പോൾ എന്തോ സീറ്റ്. ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് കേരളത്തിലെ BJP സീറ്റിനെ കുറിച്ചൊക്കെ പറയും, പത്രങ്ങളും ചാനലുകളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് വിളികൾ വരും. ഓരോരുത്തരും എവിടെ മത്സരിക്കണം, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ മത്സരിച്ചാൽ മതി, മറ്റൊരു സ്ഥലത്തും കയറി മത്സരിക്കേണ്ട. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സുരേന്ദ്രൻ മത്സരിച്ചാൽ അവിടെ ഒരു സാധ്യത. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക. അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുക. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കണമെന്ന് വളരെ കൃത്യമായി ഡൽഹിയിൽ നിന്ന് മോണിറ്ററിംഗ് ഉണ്ട്. ആ മോണിറ്ററിങ്ങിൽ ഇന്നലെ ഉണ്ടായ ഒരു ഫോൺ കോളാണ് നമ്മൾ പറയുന്നത്. നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖറിനെ കോണ്ടാക്ട് ചെയ്തു. അത് വളരെ പ്രധാനമായി രാജീവ് ചന്ദ്രശേഖറിനോട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീലേഖ IPSനെ പോയി സംസാരിച്ച് അവർക്ക് മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഈ മത്സരിക്കുന്നതിനെതിരെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മത്സരിപ്പിക്കണമെന്നാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അന്തം വിട്ട് പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ, കുന്തം വേണമെങ്കിൽ കുന്തം വിഴുങ്ങുമെന്ന് പറഞ്ഞ പോലെ ഓടിപ്പോയി ശ്രീലേഖ IPSൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അങ്ങനെ മോഡി വിളിച്ചു, രാജീവ് ഓടി, ശ്രീലേഖ സ്ഥാനാർത്ഥി. ശ്രീലേഖ IPS ആയിരിക്കും തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായിട്ടുള്ള വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വന്നാൽ കൃഷ്ണകുമാറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃഷ്ണകുമാറിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ കരമന ജയന് സീറ്റ് കൊടുക്കണ്ടേ? ഇനി കരമന ജയൻ കഴിഞ്ഞ പ്രാവശ്യം പാറശാലയിൽ നേരത്തെ മത്സരിച്ചതുപോലെ അങ്ങോട്ടേക്ക് മാറുമോ, അതോ കൃഷ്ണകുമാറിനെ പാറശാലയിലേക്കോ കാട്ടാക്കടയിലേക്കോ, കാട്ടാക്കടയിൽ പറ്റത്തില്ല, പിന്നെ PK കൃഷ്ണദാസ് നിൽക്കുകയാണ്, അരുവിക്കരയിലേക്കോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലേക്കോ പാറശാലയിലേക്കോ കൃഷ്ണകുമാറിനെ മാറ്റുമോ? അങ്ങനെ മാറ്റിയാലും അത്ഭുതമില്ല. അങ്ങനെ ഒരു ചർച്ച ചിലപ്പോൾ വന്നു കൂടായികയില്ല. എന്തായാലും കരമന ജയനും സീറ്റ് കൊടുക്കണം, കൃഷ്ണകുമാറിനും സീറ്റ് കൊടുക്കണം, ശ്രീലേഖ IPSനും വട്ടിയൂർക്കാവ് കൊടുക്കണമെങ്കിൽ 2 സീറ്റേ ഉള്ളൂ, 3 സീറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റ് അഡീഷണലായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതേസമയം വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശാസ്തമംഗലത്തെ അവർ ജയിക്കുകയാണെങ്കിൽ ശാസ്തമംഗലത്തെ സീറ്റ് വേക്കൻ്റാവും, കൗൺസിലർ അവിടെ വീണ്ടും മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ ആശാനാഥിൻ്റെ പേര് ആറ്റിങ്ങലുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്നു, സംവരണ മണ്ഡലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കേൾക്കുന്നത്. അതറിയില്ല എന്താ സംഭവിക്കുകയെന്ന്. വർക്കലയിലും ചില പേരുകൾ കേൾക്കുന്നുണ്ട്. അതേസമയം കഴക്കൂട്ടത്ത് ഒരൊറ്റ പേരെ കേൾക്കുന്നുള്ളൂ, വി മുരളീധരൻ ആൾറെഡി കഴക്കൂട്ടത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മിഷൻ കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെള്ളം, പരിസ്ഥിതി, ആരോഗ്യം, വിവിധ വിഷയങ്ങളെക്കുറിച്ച് വലിയ പ്രോജക്റ്റുകളൊക്കെ തയ്യാറെടുപ്പിലാണ് വി മുരളീധരൻ. അതേസമയം കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് തന്നെ ഉണ്ട്. അവർ വളരെ ശക്തമായി അദ്ദേഹം അവിടെ പ്രവർത്തനത്തിൽ രംഗത്തുണ്ട്. അവിടെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായിട്ട് PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചിത്രം. കോവളത്തെ ചിത്രം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുകയും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPSനെ നിർത്തുകയും ചെയ്താൽ ഒരു ഹൈപ്പ് തിരുവനന്തപുരത്ത് വി മുരളീധരനും അതുപോലെ തിരുവനന്തപുരം സെൻട്രലും ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു 5 മണ്ഡലങ്ങൾ ഹൈപ്പാക്കാം. ഇതിനിടയ്ക്ക് കരമന ജയൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കൗൺസിലർമാരുടെയും കാറ് മാരാർജി ഭവനിൽ തൈക്കാട് കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു 4 MLAമാരുടെ, തിരുവനന്തപുരത്തു നിന്നാണ് 4 MLAമാരുടെ കാറ് കൂടി കിടക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത്ഭുതമായിരിക്കുമല്ലോ. തിരുവനന്തപുരത്ത് 4 സീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ പല സീറ്റുകളും 10 സീറ്റിനകത്ത് കിട്ടണമല്ലോ. അങ്ങനെയും കേൾക്കുന്നു. കേരള അസംബ്ലിയിൽ 10 സീറ്റ് BJPക്ക് കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ അത് അത്ഭുതമായിരിക്കും. പിന്നെ BJP ആയിരിക്കും ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഇടമായി കേരളം മാറുമോ? അതിനുള്ള ഒരു വലിയ മുന്നേറ്റമായി ശ്രീലേഖ IPSൻ്റെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം മാറുമോ എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് ഇതിനകത്ത് വലിയ ഒരു ഉണ്ട്. അത് മോദി ആയാലും BJP പ്രസിഡൻ്റായാലും, അത് ഇതിനിടയ്ക്കാണ് BJP പ്രസിഡന്റ് നിതിൻ നബീനെ
രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അതേ രാജ്യസഭ MP ആവുകയാണ്. അപ്പോൾ പിന്നെ രാജ്യത്ത് എല്ലായിടത്തും സഞ്ചരിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ, സർക്കാർ ചിലവിലൊക്കെ സഞ്ചരിക്കാം, അതിൻ്റെ ഒരു സൗകര്യങ്ങളുണ്ട്. ഗസ്റ്റ് ഹൗസ് കിട്ടാനും എല്ലാ കാര്യത്തിനും ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതും വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ മറ്റൊന്നിനുമായിരിക്കില്ല വീട്ടിൽ പോയത്, സംസാരിക്കാൻ പോയത്. മോദിയുടെയോ അമിത്ഷായുടെയോ അല്ലെങ്കിൽ നിതിൻ ബബിൻ്റെയോ, അതായത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ദൂതുമായിട്ടാണ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൃത്യമാകാൻ സാധ്യതയുണ്ട്. ശ്രീലേഖ IPS തന്നെ ആയിരിക്കും തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ്. ഇതിനിടയിൽ ശ്രീലേഖ IPS തന്നെ ചാനലുകളിലൊക്കെ വന്ന് റീൽസ് വഴിയൊക്കെ വന്ന് പറഞ്ഞു, ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല, പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞൊരു അവ്യക്തത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തുടക്ക സമയത്ത് അവർ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അവസാനം പാർട്ടി പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് ഒരു പകുതി ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. അത് ഫുൾ വേവാനുള്ള സാധ്യതയാണുള്ളത്. കേന്ദ്രത്തിൻ്റെ ഒരു താല്പര്യം വെച്ചുകൊണ്ട് ശ്രീലേഖ IPS മത്സരിക്കും. കേന്ദ്രം പറഞ്ഞാൽ അവർ ഒഴിവാകില്ല, കാരണം അങ്ങനെയൊക്കെ ഒഴിവായാൽ പിന്നെ അവരുടെ രാഷ്ട്രീയ ഭാവി പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രീലേഖ IPS ആയിരിക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള സാധ്യതയുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ IPSൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഒരു 4-5 മണ്ഡലങ്ങൾ ഒന്നിച്ചൊരു റീജ്യം ആയിട്ട് തീർത്ത് ഒരു മേഖലയായിട്ട് തിരിച്ച് അവിടെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. 11-ാം തീയതി നരേന്ദ്രമോദി കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ വരുന്നുണ്ട് ഈ പ്രകടന പത്രിക റിലീസ് ചെയ്യാൻ. അതോടുകൂടി സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം BJPയിൽ ആകാനുള്ള, BJP അല്ല മിക്കവാറും എല്ലാ പാർട്ടികളിലും സ്ഥാനാർത്ഥി പട്ടികയാകുന്നു. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഏത് നിമിഷവും ഇലക്ഷൻ അനൗൺസ് ചെയ്താൽ 5 മിനിറ്റിനകത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. CPMനെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നമില്ല. അവർ ഒന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാൽ അവർക്കൊണ്ടേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയും. എന്തായാലും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS മത്സരിക്കുന്നു. മുരളീധരനായിരിക്കുമോ എതിർ സ്ഥാനാർത്ഥി? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഒരു ചോദ്യമാണ്. മുരളീധരനായിരിക്കുമോ വീണ S നായരായിരിക്കുമോ എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്തായിരിക്കാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. ഇനി പ്രശാന്ത് മാറുകയാണെങ്കിൽ ചിലപ്പോൾ സുനിൽകുമാറോ അല്ലെങ്കിൽ വിജയകുമാറോ അങ്ങനെ ഏതെങ്കിലും ഒരു നായർ കാൻഡിഡേറ്റ് തന്നെ അവിടെ വരാൻ സാധ്യതയുണ്ട്. പ്രശാന്തായിരിക്കും മിക്കവാറും മത്സരിക്കുക തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ. അല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തമായ കാൻഡിഡേറ്റുകൾ വരാം. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ട് മത്സരിക്കുന്നില്ല എങ്കിൽ, കടകംപള്ളിയാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്, മത്സരിക്കണം എന്നുള്ള ആവേശത്തിൽ നിൽക്കുന്നത്, അതിനെന്തെങ്കിലും തടസ്സം വന്നു പോയാൽ അവിടെ പ്രശാന്തേക്ക് മാറുകയും വട്ടിയൂർക്കാവിൽ പുതിയ ആൾ വരികയും ചെയ്യും. ആര് വന്നാലും ഒരു വശത്ത് മുരളീധരനും ഒരു വശത്ത് ശ്രീലേഖ IPSും എന്നുള്ള നിലയിൽ വലിയ ചർച്ചയായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുന്നത്. ദേശീയതലത്തിൽ വട്ടിയൂർക്കാവ് ശ്രദ്ധിക്കപ്പെടാൻ ശ്രീലേഖ IPSൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തീർച്ചയായും കഴിയുന്നതാണ്.